സമയം 5:30 ആയില്ല. പാലുകാർ പത്രംകാരൊക്കെ പോകുന്നുണ്ട്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിൽ നിന്നുണ്ടെങ്കിൽ കാക്കകൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നും ഞാനിങ്ങനെ 5:30 എണീക്കാറില്ല. അപ്പോൾ ആ സമയത്ത് എണീറ്റുണ്ട് പിന്നെ അടുക്കളയിൽ പോയി ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഇത്തിരി ഇന്ന് പിന്നെ സമയം എടുത്ത് ചെയ്യേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നുണ്ടെ ഇതുങ്ങളുടെ കരച്ചിലൊക്കെ നിന്ന്. എത്രയ്ക്കാന്നേലും ഈ രാവിലത്തെ ഈ കരച്ചിൽ കേൾക്കുമ്പോൾ കാക്കകൾ എവിടെ ആണെങ്കിലും അവരവരുടെ അലാറം പറഞ്ഞ് എണീക്ക് മനുഷ്യരെ, എണീക്ക് നേരം വെളുത്തെന്ന് അവർ നമ്മളെ പറഞ്ഞറിയിപ്പിക്കും. അതൊക്കെ കേൾക്കുന്ന ഒരു നല്ല സന്തോഷവും ഒരു മനസ്സിനൊരു എന്തോ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പേപ്പറുകാർ ഇപ്പം രാവിലെ നല്ല തണുപ്പൊക്കെയുള്ള സമയമാണ്. അപ്പോൾ തണുപ്പാന്നേലും മഴയാന്നേലും എല്ലാം രാവിലെ പാല് കിട്ടേണ്ടവർക്ക് പാല് കിട്ടണം, പേപ്പർ കിട്ടേണ്ടവർക്ക് പേപ്പറൊക്കെ കിട്ടിയല്ലോ ഒക്കത്തുള്ളൂ. അപ്പോൾ അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെങ്കൊച്ച് പോകുന്നതും കണ്ട്. ഇനി പഠിക്കുന്ന കുട്ടിയാണെന്നോ ജോലിക്ക് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. പുതച്ച് ഇങ്ങനെ ഷോൾ ഇട്ട് പുതച്ചാണ് അത് പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് രാവിലെ പാവുഭാജിനുള്ള മസാല ഉണ്ടാക്കി. അപ്പം ഇന്ന് ഒത്തിരി ക്യാരറ്റ് ഇല്ലായിരുന്നു. അല്ലാതെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കുക്കറിൽ തന്നെ ഒരു 3-4 വിസിലടിച്ചിട്ട് അതിൽ തന്നെ നമ്മുടെ തുടുപ്പും പൊട്ട നമ്മുടെ തൈരുടയ്ക്കുന്ന മത്തും കൊണ്ടൊന്ന് ഉടച്ചെടുത്ത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാവുഭാജി സത്യം പറഞ്ഞാൽ ഇങ്ങനല്ല ചെയ്യുന്നത്. കുറച്ചൊക്കെ പീസൊക്കെ കിടന്നാലും കുഴപ്പമില്ല, അങ്ങനെ കിടക്കും. പക്ഷേ ഇവിടെ ഇവർക്ക് അവർ എടുത്ത് മാറ്റുന്നത് കൊണ്ട് ഞാൻ നന്നായിട്ട് ചിലപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കും. കാരണം പാവുഭാജിയുടെ മസാല ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണെങ്കിലും അത് വെന്തിട്ട് ഇങ്ങനെ മിക്സിയിൽ ചെയ്യുന്ന ഉടനെ അവരങ്ങ് കഴിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സവാളയും ഒന്ന് മട്ടർ കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത്തിരി നന്നായിട്ട് മട്ടർ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ അരച്ച ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റിയുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും സ്വല്പം മല്ലിപ്പൊടിയും ചേർത്തിട്ട് പാവുഭാജി മസാല ഒരു 2 ടേബിൾ സ്പൂണോളം പാവുഭാജി മസാല ചേർത്ത്, എന്നിട്ട് അതെല്ലാം മസാലയെല്ലാം മൂത്തുടനെ നമ്മൾ വേവിച്ച് വെജിറ്റബിൾസ് ഉടച്ചത് ചേർത്ത് കൊടുത്ത്, എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് മല്ലിയിലയും ചേർത്ത് ലാസ്റ്റിൽ ഇത്തിരി ബട്ടർ, ആദ്യവും വെജിറ്റബിൾസ് ബട്ടറിൽ വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റാണ്. ഞാൻ ബട്ടറിൽ വഴറ്റാനൊന്നും നിന്നില്ല. ഞാൻ ലാസ്റ്റിൽ ഇത്തിരി ബട്ടർ തേച്ച്, എന്നിട്ട് നമ്മൾ സാധാരണ ഈ പാവ് കീറിയിട്ട് തവയിൽ ചൂടാക്കി ബട്ടർ വെച്ച് തവയെ ചൂടാക്കുക ചെയ്യുന്നത്. ഞാനല്ലാതെ മൊത്തത്തിൽ കീറാതെ അതൊന്ന് തവ വെച്ചിട്ട് അതിൽ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് തേച്ചിങ്ങനെ എടുത്തുള്ളൂ. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മുരിഞ്ഞിരുന്ന് പുറകു വശമൊക്കെ കീറാതെ ചെയ്തത്. അപ്പോൾ ഇന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രൈസം മോന് ടിഫിന് കൊണ്ടുപോകാനൊരാഗ്രഹം. അവന് ഡാൾ ചാവൽ വേണമെന്ന് നിന്ന നിപ്പിൽ പറയാം, മമ്മി എനിക്ക് ഡാൾ ചാവൽ വേണമെന്ന്. സൺഡേ ഞാൻ ബിരിയാണി റൈസും ഇതൂടെ ഡാളോടെ ഉണ്ടാക്കിയില്ലേ, അപ്പം പറഞ്ഞ് എനിക്ക് അതുപോലെ ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അന്നേരം ഇങ്ങനെ ചെയ്യുന്നത്, എന്നാൽ ഇന്ന് പാവുഭാജി കൊടുത്തു വിടാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. അപ്പം പിന്നെ പറഞ്ഞു അവൻ ഇത് വേണമെന്ന്. അപ്പം ഞാൻ നോക്കിയോണ്ട് അതുണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം ലാസ്റ്റ് മൂമെൻറ്റിൽ ഇവൻ പറഞ്ഞു. അപ്പം ഇന്നലത്തെ ഇച്ചിരി ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചെന്നാൽ ടൊമാറ്റോ അവന് ഇത്തിരി റൈസ് കൊണ്ടുപോകാൻ താല്പര്യമെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഞാനൊരളവിൽ ഇപ്പം നമുക്കിപ്പോൾ 1 ഗ്ലാസ് അരി ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ആ എന്ന രീതിയിലാണ് ഞാൻ എടുത്തത്. നേരത്തെ ചോറുണ്ട്, അതനുസരിച്ച് ഞാനൊരു ഇത്രയും ടൊമാറ്റോയും എടുത്ത് സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ടൊമാറ്റോ റൈസ് വെക്കുന്നത്. ഞാൻ നേരത്തെ സ്ഥിരം ഇവിടെ വയ്ക്കുമായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ചെയ്യാത്തത്. അന്ന് പോൾമോന് ടിഫിൻ കൊണ്ടുപോകാൻ ഇതൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസ് ആയിട്ടല്ല ചെയ്യുന്നത്, ഇത്തിരി മസാലയൊക്കെ ഇട്ടൊരു ഇത്തിരി വെറൈറ്റി ആയിട്ട്. അപ്പം ഇതിൻ്റെ അകത്താണെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ്. ഞാൻ പിന്നെ പച്ചമുളകൊന്നും ചേർത്തില്ല, ഇവന് കൊണ്ടുകൊണ്ടിട്ടായതുകൊണ്ട്. ഞാൻ ആ ചീനച്ചട്ടി വെച്ച് ഇച്ചിരി ജീരകമായിട്ട് കൊടുത്തേക്കുന്നത്, ഒരു നുള്ളു കടുക് ഇട്ടുള്ളൂ. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാളയൊന്ന് ആദ്യം ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പം ഞാനിത് ആദ്യം കുറച്ച് റൈസ് ഇട്ടുണ്ടേ, ഇത്തിരി പുളി മുമ്പിട്ടാണ് നിന്നത്. അപ്പോൾ അതനുസരിച്ച് ചോറ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരി, അതും നമ്മുടെ വെള്ളയരിയാണ് ചേർത്തത്. ഇതിനൊക്കെ ഈ ബിരിയാണി റൈസോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ കുറേയും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
പിന്നില്ല ലാസ്റ്റ് മൂമെൻറ്റിലല്ലേ വേണമെന്ന് പറഞ്ഞേ. ഡാൾ റൈസും എനിക്ക് പക്ഷേ ഈ ഡാള് ഞാൻ ചോദിച്ചാൽ എങ്ങനെയാടാ പിള്ളേർ ഈ ഇവിടുത്തെ ഈ മഹാരാഷ്ട്രൻ കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതലും ഡാൾ റൈസാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവരെങ്ങനെ ഞാൻ ചോദിച്ചു സെപ്പറേറ്റ് പാത്രത്തിലാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞല്ല, അവർ ആ ചോറിൻ്റെ അകത്ത് അങ്ങ് മിക്സ് ചെയ്യുമെന്ന്. അവൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചങ്ങനെ കൊണ്ടുവരുന്നതെന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവർക്കൊക്കെ സ്ഥിരം അതാ വേണമല്ലേ ഡാളും റൈസും. അവരുടെ ഒരു മെയിൻ നമ്മളില്ല മീൻ കറി നമുക്കെന്നും വേണമെന്ന് പറഞ്ഞതുപോലെ അവർക്ക് ഡാൾ വേണം. ഞാൻ സവാള ഒന്ന് വഴട്ടാൻ ഇട്ടിട്ടാണ് ഞാൻ ടൊമാറ്റോ അരിയാൻ തുടങ്ങിയത്. എന്നിട്ട് ടൊമാറ്റോയുടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ അങ്ങ് അടച്ച് വെക്കാൻ നിന്നില്ല, ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടങ്ങ് വേവിച്ച്. അപ്പോൾ ഇത് നന്നായി അങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ ഞാൻ ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് ഒരു സ്വല്പം ബിരിയാണി മസാലയും കൂടെ ഇട്ട് അവൻ ഇത്തിരി അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ ടൊമാറ്റോ റൈസിൽ ഇങ്ങനെ ബിരിയാണി മസാലയൊക്കെ ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ അവനൊരു ഇഷ്ടത്തിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഇട്ടു ചേർത്തതാണ്. അതെല്ലാം ചേർത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേവിച്ച ചോറായിരുന്നു, ഇന്നലത്തെ ചോറായിരുന്നു, അതുകൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഞാൻ ചോറിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ആദ്യം ചോറിട്ട് കൊടുത്തോണ്ടേ ഇച്ചിരി പുളി മുന്നോട്ട് നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ചോറിട്ട് നന്നായി മിക്സ് ചെയ്ത് പക്ഷേ ഇത്രയും ടൊമാറ്റോ വേണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ അത്രയും ചോറുള്ളത് കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവൻ ഡ്രസ്സൊക്കെ ഇട്ട് അവൻ്റെ മുഖം ഞാൻ പറഞ്ഞില്ല അവൻ ഇത്തിരി ഡ്രൈ സ്കിന്നാണ് കൂടുതലും. അപ്പോൾ ഞാൻ ഇച്ചിരി പോൺസ് തേച്ച് കൊടുത്തത് മുഖത്ത്. അവൻ്റെ ലിപ്സ് എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ഇത്തിരി വാസലൈൻ ലിപ്പിൽ തേച്ച് കൊടുത്തു. വാസലൈൻ പോട്ടെ ലിപ് ബാം. അപ്പം റൈസൊക്കെ ഇച്ചിരി ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ നള്ളി ഉണ്ടല്ലേ, ആ നള്ളി ഒന്ന് വറുത്ത് പപ്പടം പോലെ ഒരു വേറൊരു പാത്രത്തിൽ കൊടുത്തു വിടാമെന്ന് വെച്ച്. അതുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഇപ്പം അതിന് തീരാറായി 3-4 പാക്കറ്റ് ഞാൻ വീണ്ടും വാങ്ങിപ്പിച്ചായിരുന്നു. ഇവിടെയും കിട്ടുമായിരിക്കും, ഒന്ന് നോക്കണം. അന്ന് അവർക്കവിടെ മേള ഈ കൊങ്കണിക്കാർ വന്ന് മേള നടത്തിയോണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചേ. ഇവിടെ ഒന്ന് നോക്കണം. ഇവിടെ ഈ ചവ്വരിയുടെയൊക്കെ ഉണ്ട്, അല്ലാത്തൊക്കെ ഉണ്ട്, പല കളറുള്ള. ഇപ്പം ഇതൊന്ന് നോക്കണം. ഇത് ഞാനങ്ങ് റാഗിയുടെ ആയതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചേ. പിന്നെ അതൊന്നും അല്ലല്ലോ, എന്നും ഇങ്ങനെ ഈ എണ്ണയിലും അത്ര നല്ലതല്ല. ഞാനൊന്ന് അടച്ചിട്ടൊന്ന് തുറന്ന് നോക്കി അത് പൊടിഞ്ഞു പോയോന്നറിയാൻ. അപ്പം നോക്കിയാൽ പൊടിഞ്ഞിട്ടൊന്നുമില്ല. ബാക്കി 1-2 ഉണ്ടായിരുന്നു, അത് അവന്മാർക്ക് രണ്ടിനൂടെ തിന്നാൻ കൊടുത്തു. അപ്പോൾ അവനൂടെ ടിഫിനൂടെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ പോകാൻ ഇനിച്ചും കൂടെ സമയമുണ്ട്. അപ്പോഴത്തേക്ക് 11, 20, 25 ആകുമ്പോഴത്തേന് ഇറങ്ങിയാൽ മതി. അപ്പം ഞാൻ പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. സോപ്പെല്ലാം ഇട്ട് വെച്ചാൽ ഇനി കഴുകിയെടുത്താൽ മതി. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി മായയില്ല പറഞ്ഞത് തൊട്ട് എപ്പോഴും ചിന്തിക്കും ഇത്തിരി ഫോഴ്സ് കുറയ്ക്കണം, അല്ലെങ്കിൽ നിർത്തി ചെയ്യണം. ഇല്ല, പാത്രം കഴുകി വരുന്ന സമയത്ത് നമ്മൾ ഓർക്കത്തില്ല ഇടയ്ക്ക് നിർത്താനായിട്ട്. അങ്ങ് എന്നാൽ നിർത്തണ്ട, ഇതുകൂടെ കഴുകിയിട്ട് അങ്ങ് നിർത്താതെന്നും പറഞ്ഞിരിക്കും. അങ്ങനെ അതങ്ങ് കണ്ടിന്യൂസ് ഓണുമായിരിക്കും. പിന്നെ പയറ് തോരനൂടെ വെക്കണമായിരുന്നു. പയറ് തോരനൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആകാറാവുമ്പം ഇവിടെ ഈ വെളിയിൽ തത്തമ്മകൾ ഒത്തിരി വരും. അതുങ്ങളുടെ കരച്ചിൽ കേട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ പോയതാണ്.
പിന്നെ കറക്റ്റ് ആ സമയമാകുമ്പോൾ ഇതുങ്ങൾ വരുമെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പോയി ഇച്ചിരി വീഡിയോ എടുത്തത്. പക്ഷേ അതുങ്ങളെ ക്ലിയറായിട്ട് എനിക്ക് കിട്ടിയില്ല, ഇത്തിരി ഷാഡോ പോലെയുള്ളൂ. അങ്ങ് മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സൂം ചെയ്തിട്ടും അത് കിട്ടിയില്ല. ഇങ്ങനെ ലൈനയിൽ ഇങ്ങനെ ഇരിക്കുന്നതേ കാണാൻ പറ്റത്തുള്ളൂ ചെറുതായിട്ട്. അപ്പോൾ പോൾമോൻ പ്രൈസനെ വിളിക്കാൻ പോയേക്കും. അപ്പോൾ എന്നിട്ട് അവന് പോൾമോന് PDF എടുക്കാൻ പോകണമായിരുന്നു, പ്രിൻ്റ് ഔട്ട്. അപ്പോൾ അത് എടുക്കാൻ പോകണേ ഞാൻ പറഞ്ഞായിരുന്നു സമോസയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് ഫോൺ ചെയ്തു, മമ്മി ബാക്കി 25 രൂപയുണ്ട്, ഞങ്ങൾ ലസ്സി വാങ്ങിക്കട്ടെ എന്ന്. എന്നിട്ട് പ്രൈസനെ വിളിച്ചിട്ട് പ്രൈസനെയും കൊണ്ടാവും പോയത്. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും അനിയനും ലസ്സിയൊക്കെ കുടിച്ച് എന്നിട്ട് പോളിൻ്റെ പൈസ ഉണ്ടായിരുന്നു. എന്നിട്ട് റഗട പട്ടി എന്ന് കണ്ടു പറയുന്നൊരു സാധനം അനിയന് വാങ്ങിച്ചു കൊടുത്ത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ചോദിച്ച് എന്തോ വാങ്ങിച്ചു തന്നെന്ന്. കേട്ടോണേ. എന്തോടാ ആരാ പറഞ്ഞു കൊടുക്കുന്നേ? അവൻ ക്ലാസ്സിന് പോയല്ലോ, അവൻ്റെ PDF എടുക്കാൻ പോയ. റൈസൻ പോളെന്തോ വാങ്ങിച്ചു തന്ന്? എന്നോട് ചോദിച്ചിട്ടാ നീ അവനെ കണ്ണ് കാണിക്കണ്ട. എന്താ വാങ്ങിച്ചു തന്നു നിനക്ക്? വേറെന്തുവാടാ? അവനെന്തോ ആംഗ്യം കാണിച്ചേ? സത്യം പറയടാ. റഗടാപ്പട്ടിക്ക് എവിടുന്നായിരുന്നടാ പൈസ? എടാ പോളെ, റഗടപ്പട്ടി വാങ്ങിക്കാൻ എവിടുന്നായിരുന്നു പൈസ? നിനക്ക് ലസ്സി എത്രയും തന്നടാ? 10 അവൻ കുടിച്ചോ? അതാ നിനക്ക് തന്നില്ലേ? തന്നോ? എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലായ. ഞാൻ ചിരിച്ച് ലസ്സി മാത്രമേ കൊടുത്തോളന്ന്. ഇതിവിടെ പ്രൈസൻ്റെ മുഖം കണ്ടോണ്ട് എനിക്ക് മനസ്സിലായി എന്തോ കള്ളത്തരം അവൻ ഒപ്പിച്ചെന്ന് മനസ്സിലുണ്ടെന്ന്. ഇവൻ്റെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് പിടിച്ച് മനസ്സിലാക്കാം. അന്നേരം പ്രൈസൻ ചിന്തിച്ച് മമ്മി അറിയാതാ ലസ്സി വാങ്ങിച്ചതെന്ന്. ഞാൻ പറഞ്ഞിട്ടാ വാങ്ങിച്ചതെന്ന്. പിന്നെ അവൻ്റെ പൈസയ്ക്ക് അവൻ റഗടാപ്പട്ടി എന്തോ ഒരു സാധനവും വാങ്ങിച്ചു കൊടുത്തു. പ്രൈസനോട് പോളങ്ങ് അകത്ത് വാഷ് ബേസിന് കൈ കഴുകാൻ പോയായിരുന്നു. പ്രൈസനോട് ഞാൻ ചോദിച്ചോണ്ടേ അവിടെ നിന്ന് പോളിനെ നോക്കുമോ പ്രൈസൻ, പറയണോ എന്ന്. ഇവൻ പ്രൈസൻ ഇതുപോലെ പപ്പാട് കൂടെ ചപ്പാത്തി വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ ചിലപ്പോൾ റേച്ചാൻ എന്തെങ്കിലും ഈ എന്തോ ചൊക്കോപ്പി എന്നാളെ അവർ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തോ കഴിച്ചിടാതെ ചോദിക്കുകയാണെങ്കിൽ ഇവൻ ആദ്യം പറയും ഒന്നും വാങ്ങിച്ചില്ല. അന്നേരം പോള് ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്നുണ്ടേ ഇവനങ്ങ് പറയും. അതാ ഇപ്പോഴും അവൻ ചിന്തിച്ച് മമ്മി പറയാതെ ഒരു ലസ്സി വാങ്ങിച്ചായിരിക്കുമെന്ന്. ഇവന്മാരെ രണ്ടിനെ അങ്ങനെ നമ്മളൊന്ന് എടുത്തൊന്ന് ചോദിക്കുമ്പോഴത്തേന് ഉള്ള സത്യം അങ്ങ് പറയും. പിന്നെ ഒന്നും കൂടുതൽ ആദ്യമൊന്നും പറയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ പൈസ ചിലവാക്കരുത്. കാരണം ഈ പോളിനിടയ്ക്ക് നമ്മൾ ഈ കോളേജിൽ പോകുന്നുടനെ ഇച്ചിരി പൈസ കയ്യിൽ ഇരിക്കുന്നത് നല്ലതല്ലേ. ഒരു വഴിക്ക് പോകുന്ന ഉടനെ ചിലപ്പം ഇവർ നടന്നു പോകുന്നുണ്ടെങ്കിൽ ബൈ ചാൻസിലും കാണാം ഓട്ടോ പിടിക്കണോ അങ്ങനെ കാണാൻ ഉണ്ടെങ്കിൽ കൊടുത്ത് വിടുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചോണ്ടേ അവൻ ഇതുവരെ റഗടാപ്പട്ടി കഴിച്ചിട്ടില്ലല്ലേ? പ്രൈസൻ ഇതൊന്നും കഴിച്ചിട്ടില്ല. പോള് പിന്നെ ഇപ്പോൾ ഈ കോളേജിൽ പോയാൽ പിന്നെ പോള് പിള്ളേർ ഇങ്ങനെ ക്യാൻറ്റീനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് ഇവനും പോയി കഴിക്കുന്നത്. അപ്പോൾ അനിയന് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.